എന്റെ കുഞ്ഞു കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ അമ്മു. കടലോളം കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ മാവേലി തമ്പുരാന്റെ കഥ കേട്ടില്ലേ? മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുന്നതെന്നാ ചിങ്ങമാസത്തിൽ ഓണം നാളുകളിലാണ് അല്ലേ? ചിങ്ങമാസമോ? അതേതു മാസാണ്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ മാസങ്ങളാണ് അറിയുന്നേ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ ഡിസംബർ വരെ അറിയാലേ. 12 ഇംഗ്ലീഷ് മാസങ്ങൾ. അത് നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങൾ എന്ന് പറയാം. ഈ 12 ഇംഗ്ലീഷ് മാസം പോലെ തന്നെ മലയാളത്തിലും 12 മാസങ്ങളുണ്ട്. അതേതാണെന്ന് അറിയോ എൻ്റെ കുഞ്ഞുമണികൾക്ക്? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇങ്ങനെ 12 മലയാളം മാസങ്ങളുണ്ട്. ഇവയിൽ ഓണത്തിനെ വരവേൽക്കുന്ന മനോഹരമായ മാസം ഏതാണ്? അതന്നെ, ചിങ്ങമാസം. അങ്ങനെ ചിങ്ങമാസത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓണം എത്തുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ 10 മനോഹരമായ മലയാള നാളുകളുണ്ട്. അതേതാണെന്നറിയോ? അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, പിന്നെയോ തിരുവോണം. ഈ 10 ദിവസങ്ങളിലും നമ്മുടെ മുറ്റത്തെ പൂക്കളം ഓരോ ദിവസവും കുറച്ചുകൂടി വലുതും മനോഹരവുമാകും. ഓരോ ദിവസവും പുതിയ പൂക്കളം എത്തും. പക്ഷെ കുഞ്ഞുങ്ങളെ, ഓരോ പൂവിനും പറയാൻ ഒരു ചെറിയ സന്ദേശമുണ്ട്. അപ്പൊ നമുക്ക് ആ പൂക്കളുടെ യാത്ര നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഏതാണ്? അത്തം. അത്തം നാളിൽ പൂക്കളത്തിലേക്ക് ആദ്യം എത്തുന്ന ആരാന്നറിയോ? മുക്കൂറ്റി. മഞ്ഞ നിറത്തിൽ കുഞ്ഞു സൂര്യനെ പോലെ തിളങ്ങുന്ന മുക്കുറ്റിപ്പൂവ്. മുക്കൂറ്റി ഗണപതി ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ നല്ല ബുദ്ധിയും ധൈര്യവും ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥന പോലെയാണ് ഏത്? മുക്കൂറ്റി. അടുത്തത് ഏതാണെന്നറിയോ? അത്തം നാള്. പൂക്കളത്തിൻ്റെ ആദ്യത്തെ ചെറിയ വട്ടം തുടങ്ങുകയാണ്. പിന്നെ അടുത്ത ദിവസം ഏതാണ്? ചിത്തിര. ചിത്തിര നാളിൽ പൂക്കളത്തിലേക്ക് എത്തുന്നത് മനോഹരമായ തുമ്പപ്പൂവാണ്. വെള്ള നിറത്തിലുള്ള ചെറിയ പൂക്കൾ. തുമ്പപ്പൂവ് ശിവനെയും ശക്തി ഭഗവാനെയും ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മളോട് എന്താ പറയുന്നതെന്നറിയോ? മനസ്സ് ശാന്തമായിരിക്കട്ടെ, ഹൃദയം ശക്തമായിരിക്കട്ടെ. അങ്ങനെ അത്തത്തിലെ മഞ്ഞയും ചിത്തിരയിലെ വെള്ളയും ചേർന്ന് പൂക്കളം കുറച്ചുകൂടെ മനോഹരമായി. ഇനി ഏതാണ് അടുത്ത ദിവസം? ചോതി. ചോതി നാളെത്തി. അന്ന് പൂക്കളത്തിൽ മനോഹരമായ കോകിണിപ്പൂവെത്തി. കോകിണിപ്പൂവ് ശിവനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു പൂവിനെ നോക്കുമ്പോൾ പോലും നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യം കാണാൻ പറ്റും അല്ലേ? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ചെടികൾക്ക് വെള്ളം കൊടുക്കണം, പൂക്കളെ സംരക്ഷിക്കണം, ചെറിയ ജീവികളെ സ്നേഹിക്കുകയും വേണം. പ്രകൃതിയെ സ്നേഹിക്കുന്നതും ഓണത്തിൻ്റെ ഒരു സന്തോഷമാണ്. അങ്ങനെ പൂക്കളം വളർന്നുകൊണ്ടിരുന്നു. ഇനി അടുത്തത് ആരാണ്? വിശാഖം നാൾ. അന്ന് പൂക്കളത്തിൽ മനോഹരമായ മന്ദാരം വിരിയും. മന്ദാരം എന്ന് പറഞ്ഞ പൂവ് ബ്രഹ്മാവിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മന്ദാരം ബ്രഹ്മാവിനെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കാനും നല്ല ആശയങ്ങൾ ചിന്തിക്കാനും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ചിത്രം വരയ്ക്കാം, ഒരു പാട്ട് പാടാം, ഒരു നല്ല കാര്യം ചെയ്യാം. ഓരോ ദിവസവും എന്തെങ്കിലും നല്ല സൃഷ്ടികൾ ചെയ്യാം. പൂക്കളം വീണ്ടും വലുതായി. അടുത്തത് അനിഴം നാളാണ്. ചുവന്ന ചെമ്പരത്തി പൂക്കളത്തിൽ മനോഹരമായി വിരിയും. ചെമ്പരത്തി ദേവിയെ ഓർമ്മിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, ധൈര്യം എന്താണെന്നറിയോ? മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ് യഥാർത്ഥ ധൈര്യം. അങ്ങനെ ചുവന്ന ചെമ്പരത്തിയും പൂക്കളത്തിൽ ഇടം നേടി. പിന്നെ എത്തിയതാരാണ്? തൃക്കേട്ട നാൾ. നീല നിറത്തിലുള്ള ശംഖുപുഷ്പം പൂക്കളത്തിൽ എത്തി. ഇപ്പോൾ പൂക്കളത്തിലേക്ക് നോക്കൂ.
മുക്കൂറ്റിയുടെ മഞ്ഞ, തുമ്പയുടെ വെള്ള, ചെമ്പരത്തിയുടെ ചുവപ്പ്, ശംഖുപുഷ്പത്തിൻ്റെ നീല. എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള നിറങ്ങളാണല്ലേ. പക്ഷേ അവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴോ ഒരു മനോഹരമായ പൂക്കളം തന്നെ ഉണ്ടാക്കിയല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ലോകം കൂടുതൽ മനോഹരമാകുന്നത്. അങ്ങനെ ഇനി അടുത്ത ആളാരാണ്? മൂലം നാളെത്തി. ഈ ദിവസം നമ്മളെ പഠിപ്പിക്കുന്ന എന്തെന്നറിയോ? ഗുരുക്കന്മാരെയും അധ്യാപകരെയും നല്ല വഴികാട്ടികളാണ്. അവരെ നന്ദിയോടെ നമ്മൾ ഓർക്കണം. നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നവർ, നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നടത്താൻ സഹായിക്കുന്നവർ. അവരോട് എപ്പോഴും നന്ദി ഉണ്ടാകണം. പിന്നെ ആരാണ് എത്തിയത്? പൂരാടം നാൾ. അന്ന് പൂക്കളത്തിൽ സുഗന്ധം പരത്തി ആരാണ് എത്തിയെന്നറിയോ? തുളസി. ഈ ദിവസം അഷ്ടദിക്പാലരെ ഓർക്കുന്നു. 8 ദിക്കുകളെയും സംരക്ഷിക്കുന്ന ദേവതകളാണ്. അത് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഭൂമിയെയും പ്രകൃതിയെയും നമ്മളും സംരക്ഷിക്കണം. ഒരു ചെടി നട്ടാൽ മതി, ഒരു മരത്തെ സംരക്ഷിച്ചാൽ മതി, പ്രകൃതിയെ സ്നേഹിച്ചാൽ മതി. നമ്മുടെ ഭൂമിയെയും നമ്മെയും സ്നേഹിക്കുന്നു. അങ്ങനെ ഉത്രാടം നാളെത്തി. പൂക്കളത്തിൽ മനോഹരമായ ചെത്തിപ്പൂവാണ് ഉത്രാടം നാളിൽ നിറയുന്നത്. ചെത്തിപ്പൂവ് ആരെയാ ഓർമ്മിപ്പിക്കുന്നതെന്നറിയോ? ഇന്ദ്രനെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ, മഴയില്ലെങ്കിൽ നമ്മുടെ പൂക്കൾ എങ്ങനെ വളരും? വളരില്ലല്ലോ. അതുകൊണ്ട് മഴയ്ക്കും പ്രകൃതിക്കും നന്ദി പറയാം. ഒരുമിച്ച് പറയാമോ? നന്ദി മഴേ. പറഞ്ഞോ? നന്ദി മഴയേ. അങ്ങനെ അത്തം മുതൽ ഉത്രാടം വരെ 9 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി വരുന്നത് ആരാണ്? തിരുവോണം. 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയിരിക്കുന്നു നമ്മുടെ തിരുവോണം. പൂക്കളത്തിൻ്റെ നടുവിൽ മനോഹരമായ ജമന്തിപ്പൂവാണ്. ജമന്തിപ്പൂ വിഷ്ണു ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഒന്ന് പൂക്കളത്തിലേക്ക് നോക്കൂ. മഞ്ഞ, വെള്ള, ചുവപ്പ്, നീല, പച്ച, എത്ര നിറങ്ങളാണല്ലേ. എത്ര പൂക്കൾ! 10 ദിവസമായി ഓരോന്നായി എത്തിയ പൂക്കൾ. ഇപ്പോൾ എല്ലാം ചേർന്ന് ഒരു വലിയ മനോഹരമായ പൂക്കളമായി. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഈ പൂക്കളം നമ്മോട് എന്താണ് പറയുന്നത്? ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സൗന്ദര്യം. ഒരു പൂ മാത്രം മനോഹരമാണ്. പക്ഷേ ഒരുപാട് പൂക്കൾ ഒരുമിച്ച് ചേരുമ്പോഴോ അതൊരു പൂക്കളമായി മാറുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓണവും. ഓണം എത്തുന്നത് പൂക്കളം ഇടുന്നതും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും സദ്യ കഴിക്കുന്നതും മാത്രമല്ല. ഒരുമിച്ച് സന്തോഷിക്കുക, ഭക്ഷണം പങ്കിടുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, എല്ലാവരെയും ഒരുപോലെ കാണുക. ഇതാണ് ഓണത്തിൻ്റെ യഥാർത്ഥ മനോഹാരിത. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഈ ഓണത്തിന് നമുക്കൊരു ചെറിയ വാക്ക് കൊടുക്കുവോ? ഞാൻ സ്നേഹിക്കും. എല്ലാവരും പറഞ്ഞേ, ഞാൻ സ്നേഹിക്കും, ഞാൻ പങ്കിടും, ഞാൻ പ്രകൃതിയെ കാക്കും, ഞാൻ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറും. ഒന്നുകൂടെ പറയൂ. ഞാൻ സ്നേഹിക്കും, ഞാൻ പങ്കിടും, ഞാൻ പ്രകൃതിയെ കാക്കും, ഞാൻ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറും. അങ്ങനെ ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെ 10 മലയാള നാളുകൾ, 10 പൂക്കൾ, 10 മനോഹരമായ സന്ദേശങ്ങൾ ചേർന്ന് ഒരു ഒറ്റ മനോഹരമായ ഓണം. ഇന്നലെ മാവേലി തമ്പുരാൻ്റെ വരവിൻ്റെ കഥ നമ്മൾ കേട്ടു. ഇന്ന് മാവേലിയെ വരവേൽക്കാൻ പൂക്കളമൊരുക്കിയ 10 ദിവസങ്ങളുടെ കഥയും കേട്ടു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഈ ഓണത്തിന് നിങ്ങളുടെ മുറ്റത്തും ഒരു ചെറിയ പൂക്കളം ഒരുക്കുവോ? ഓരോ പൂവും സ്നേഹത്തോടെ ഇടൂ. ഓരോ നിറവും സന്തോഷത്തോടെ നോക്കൂ. അപ്പോൾ ഓണത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം എന്താണ്? വ്യത്യസ്തമായ പൂക്കൾ ചേർന്നാണ്
പൂക്കളം, വ്യത്യസ്തമായ മനുഷ്യർ ചേർന്നാണ് നമ്മുടെ മനോഹരമായ ലോകമുണ്ടാകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ അമ്മു. കടലോളം കഥകളിൽ വീണ്ടും